ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 13-ാം ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വേദഭാഗമാണ്. നമ്മുടെ കർത്താവ് തന്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന വേളയിൽ ശ്ലീഹന്മാരുടെ തലവനായ പത്രോസ് ശ്ലീഹ യേശുക്രിസ്തുവിനെ വിളിച്ച് മാറ്റി നിർത്തി തനിക്ക് വരുവാനിരിക്കുന്ന പീഡാനുഭവത്തിൽ നിന്നും മാറ്റുവാൻ തക്കവണ്ണം അദ്ദേഹത്തോട് സംസാരിക്കുകയും സാത്താന്റെ പ്രവർത്തികൾക്കും ചിന്തകൾക്കും ആധാരമായ ആ വാക്കുകളെ യേശുക്രിസ്തു നിശിതമായി വിമർശിച്ചുകൊണ്ട് അവനെ ആ ചിന്തകളിൽ നിന്നും വാക്കുകളിൽ നിന്നും മാറ്റുന്ന ഒരു സംഭവം. അതിനുശേഷം ആരാണ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അത്രത്തോളം തന്റെ ജീവനെ ഒരുക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് എന്നും തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സാത്താന്റെ ചിന്തകൾക്കും ജീവിത രീതികൾക്കും എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമ്മെ ഒരുക്കുന്ന ഒരു വേദഭാഗം യേശുക്രിസ്തുവിന്റെ ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ട് ജീവിക്കുവാൻ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഇടയായിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുവാൻ നമ്മെ ഒരുക്കുന്ന ഒരു വേദഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി നമ്മുടെ വാക്കുകളോ ചിന്തകളോ അതിൽ സാത്താൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവയെ ദൂരത്താക്കി, തിന്മയെ ദൂരത്താക്കി നന്മയെ കൈക്കൊണ്ട് ജീവിക്കുവാൻ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ പ്രത്യേകമായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ദൈവത്തിൽ നിന്ന്, ദൈവിക പദ്ധതികളിൽ നിന്ന് നമ്മെ അകറ്റുന്ന മനുഷ്യനിർമ്മിതമായ പദ്ധതികളിൽ കുരുങ്ങിപ്പോകാതെ ദൈവനാമം മഹത്വപ്പെടുവാനും ദൈവം പ്രവർത്തിക്കുവാനും അവസരം നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത്. അങ്ങനെ അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ വേദഭാഗം നമ്മെ ചിന്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കാം, ക്രമീകരിക്കാം. സകലവും ദൈവമഹത്വത്തിനായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മിൽ മഹത്വപ്പെടും. നമ്മിലൂടെ അനേകം പേർക്ക് യേശുക്രിസ്തുവിന്റെ വെളിച്ചം പകരുവാനും അതിൽ നിന്ന് അനേകം പേർ വീണ്ടും വീണ്ടും യേശുക്രിസ്തുവിന്റെ ദൈവിക കൃപകളെ സ്വീകരിക്കുവാൻ നമ്മളൊരു മുഖാന്തിരമായി തീരും. അപ്രകാരം ദൈവത്തിന്റെ നല്ല രൂപാന്തരം പ്രാപിച്ച ദൈവമക്കളായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ അപ്രകാരം ഒരുക്കുവാൻ ഈ വലിയ നോമ്പിന് കഴിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആരാണ് തന്നെ അനുഗമിക്കേണ്ടത്, എപ്രകാരമാണ് തന്നെ അനുഗമിക്കേണ്ടത് എന്ന് ക്രിസ്തു അവിടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. തന്നെത്താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് യേശു തമ്പുരാനെ അനുഗമിക്കുവാനാണ് അവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവ പദ്ധതിയുടെ ആ ഒരു ധ്യാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കുവാൻ കഴിയുന്ന കുരിശിനെ, ഭാരത്തെ വഹിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിതത്തെ ഒരുക്കുവാനാണ് പ്രത്യേകമായിട്ട് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കാലടികളിൽ പിന്തുടരുവാൻ തന്റെ കുരിശെടുത്തുകൊണ്ട്, നമ്മുടെ കുരിശെടുത്തുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഈ നോമ്പ് കാലത്ത് ഒരുവൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് യേശുക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്. ഈ ലോകപ്രകാരമുള്ള ധനമാനങ്ങളോ മറ്റുള്ള വസ്തുവകകളോ സമ്പത്തോ ഒന്നുമല്ല, അതിനേക്കാൾ ഏറെ നിത്യജീവനെ പ്രാപിക്കുവാൻ, നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്ന ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവനെ നേടുന്നവന് ഭാഗ്യം എന്ന നോമ്പിന്റെ പ്രാർത്ഥനകളിൽ പലയിടങ്ങളിലായി നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ജീവനെ നേടുന്ന നോമ്പിന്റെ ഭാഗ്യം? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിൽ ദൈവഹിതപ്രകാരം ജീവിച്ച് താഴ്മയുടെയും എളിമയുടെയും സ്വയം ശൂന്യവൽക്കരിക്കുന്നതിന്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്ന് യേശുക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റി നമ്മുടെ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദപ്പെട്ട് ദൈവത്തിന്റെ നിത്യജീവനെ നമുക്ക് തരുവാൻ പിതാവാം ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് നോമ്പിന്റെ ഭാഗ്യം. ആ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അപ്രകാരം നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ
ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ നന്മകളെ ജീവിതത്തിൽ പിന്തുടരുവാൻ നമുക്ക് സാധ്യമാകണം എന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നോമ്പിൽ നിന്ന് നമ്മെ അകറ്റുന്നതും ദൈവത്തിൽ നിന്നും ദൈവിക പദ്ധതികളിൽ നിന്നും തന്നെ അകറ്റുന്നതുമായ ജീവിതചര്യകളെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രൂശിനെ നോക്കി അനുഗ്രഹീതമായി മുന്നേറുവാൻ ഈ നോമ്പിൻ്റെ കാലം നമ്മെ ഒരുക്കുന്നതായി തീരണം എന്നും പ്രത്യാശയോടെ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. മുന്നോട്ടുള്ള നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ, തുടർന്നുള്ള നോമ്പ് കാലം കഴിഞ്ഞതിനുള്ള ശേഖരണ കാലഘട്ടത്തിൽ, അതിനുശേഷം നമ്മൾ പ്രാപിച്ച് നമ്മുടെ കളപ്പുരകളിൽ കൂട്ടിവെച്ചിരിക്കുന്ന നോമ്പിൻ്റെ പുണ്യം അത് ജീവിതാവസാനം വരെ വിനിയോഗിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കാം. അപ്രകാരം ഒരുക്കപ്പെട്ട ജീവിതമായി, ഒരുക്കപ്പെട്ട ഹൃദയമാകുന്ന വയലുകളിൽ ദൈവത്തിൻ്റെ വചനത്തെ പാകി മുളപ്പിച്ച് 1 30 60 100 മേനി അനുഗ്രഹങ്ങളെ കൊയ്യുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ ഭാഗ്യാവസ്ഥയിൽ നിത്യജീവനെ പ്രാപിക്കുന്ന മാർ അപ്രേമിൻ്റെ ബോബൂസായിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ടല്ലോ, നിത്യജീവൻ പ്രാപിക്കുവാൻ വിശക്കുന്നവൻ അപ്പം കൊടുക്കണം, ഉപവസിക്കണം, ദിനം 7 വട്ടം പ്രാർത്ഥിക്കണം. ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല, കേവലം തീർച്ചയായിട്ടും അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചമായി പ്രവൃത്തിയുള്ള ആത്മാർത്ഥമായ സുതാര്യമായ ദാനധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്ന അനുഭവമാണ് എന്ന് പരിശുദ്ധ പ്രേംപിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം നമ്മുടെ ജീവിതത്തെ നോമ്പിൻ്റെ പുണ്യവും സുഹൃതവും പ്രാപിക്കുവാൻ ഒരുക്കട്ടെ ഈ വേദഭാഗം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.